ജിബിൻ, സാധാരണ ഇത് പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാ ടെക്നിക്കൽ പരിശോധനയും നടത്തിയതിനു ശേഷമായിരിക്കും യാത്രക്കാരെയൊക്കെ ബോർഡ് ചെയ്യിക്കുക. ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നില്ലേ? അതുമായി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നോ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ വരുന്നുണ്ടോ? അറിയാം, നേരത്തെ നമ്മൾ ഈ വിമാന കമ്പനിയുടെ അധികൃതരുമായി സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണഗതിയിൽ, അതായത് ബോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ തന്നെ പൂർണ്ണമായി പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ യാത്രക്കാരെയൊക്കെ തന്നെ വിമാനത്തിനുള്ളിലേക്ക് കയറ്റാറുള്ളത്. അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഈ വിമാനത്തിനുള്ളിൽ യാത്രക്കാരെ കയറ്റുന്നതിന് മുമ്പ് പൂർത്തീകരിച്ചിരുന്നു എന്നാണ് വിശദീകരണമായി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ വിമാനം ഇവിടെ നിന്ന് 10:45 കൂടി മസ്കറ്റിലേക്ക് പുറപ്പെടാൻ വേണ്ടി 148 യാത്രക്കാരെയും കയറ്റിയതിനു ശേഷമാണ് ഇതിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഇത്തരത്തിൽ പുക ഉയരുന്നത്. ഈ വിമാനത്തിൽ നിന്ന് പുക വരുന്നത് ഇതിൻ്റെ ഒരു സ്കാനിങ്ങിൽ കാണുന്നത്. അതിനുശേഷമാണ് ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കിയത്. പക്ഷേ ഇവർ ഇത്തരത്തിൽ ഈ ഒരു വിമാനത്തിൽ നേരത്തെ മുൻപ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടൊന്നും തന്നെ എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുന്നില്ല. കാരണം അവർ ഈ യാത്രക്കാരെ ഈ വിമാനത്തിൽ കയറ്റുന്നതിന് മുമ്പ് സുരക്ഷാ പരിശോധന നടത്തിയ സമയത്തും തന്നെ അത്തരത്തിലുള്ള സാങ്കേതിക തകരാറൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും ഓരോ വിമാനവും ഈ ടേക്ക് ഓഫിന് മുമ്പും അതുപോലെ തന്നെ യാത്രക്കാരെ കയറ്റുന്നതിന് മുമ്പും സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പരിശോധനാ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു വിമാനത്തിൽ ഇല്ലായിരുന്നു എന്നാണ് എയർ ഇന്ത്യ അധികൃതർ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നത്. ഇതിന് പിന്നാലെയാണ് അവർ പരിശോധനകൾക്ക് ശേഷമാണ് ബോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ യാത്രക്കാരെയൊക്കെ തന്നെ വിമാനത്തിലേക്ക് കയറ്റുന്നത്. ഇതിനുശേഷം ഇവിടുന്ന് 10:45 കൂടി ടേക്ക് ഓഫിൻ്റെ ആ ഒരു സമയത്താണ് വാഹനത്തിൻ്റെ ഈ വിമാനം സ്കാനിങ്ങിൻ്റെ ഇത് പുക സ്കാനിങ്ങിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഒരു വിമാനത്തിനെ ഇവിടെ നിന്ന് പുറപ്പെടാൻ കഴിയാതെ തിരികെ ഇറക്കുകയും ഇതിലുള്ള യാത്രക്കാരെയൊക്കെ തന്നെ 148 പേരെയും പൂർണ്ണമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് എന്തുകൊണ്ടാണ് ഈ വിമാനത്തിൽ നിന്ന് ഇത്തരത്തിൽ പുക ഉയരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക പരിശോധനയാണ് ഇപ്പോൾ ഈ വിമാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ മസ്കറ്റിലേക്ക് പുറപ്പെടുന്ന വിമാനത്തിലാണ് ഇത്തരത്തിലൊരു പുക കണ്ടെത്തിയതും ഇപ്പോൾ സാങ്കേതിക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതും. പരിശോധന നടത്തിയതിനു ശേഷം ഈ വിമാനത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രം ഈ ഒരു വിമാനത്തിൽ തന്നെ യാത്രക്കാരുമായി മസ്കറ്റിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു നിലവിൽ പരിശോധനയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിലുള്ള വിവരം. എന്നാലും പൂർണ്ണ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ ഒരു വിമാനം യാത്രയ്ക്ക് ഉചിതമാണോ എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ഇപ്പോൾ തിരിച്ചിറക്കിയത് 148 യാത്രക്കാരെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ പിന്നിടുകയാണ്. പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.